എന്തും സംഭവിക്കാം. കാര്യം ആ രീതിയിലുള്ള ഒരു കിടയറ്റ മത്സരമാണ് നെഹ്റു ട്രോഫി. 70ാമത് നിങ്ങൾക്കറിയാം ഇത് മാറ്റിവെച്ച മത്സരമായിരുന്നു. ഇത് ഈ വർഷം നടക്കില്ല എന്നൊക്കെ ഒരു ധാരണാപേക്ഷ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് പുനഃസ്ഥാപിച്ചു. അത് കഴിഞ്ഞ് CBL നടക്കുമെന്ന ആശങ്ക ഉണ്ടായിരുന്നു. ഇപ്പം മന്ത്രി മുഹമ്മദ് റിയാസ് പ്രഖ്യാപിക്കുന്നു CBL തീയതി നാളെ പ്രഖ്യാപിക്കും. നാളെ ഗംഭീരം കാര്യം ഒരുത്തനെ ഈ കണ്ണിങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടേക്കുന്ന ഇത് വെച്ചോളാൻ പറഞ്ഞു. എടുത്തു വെച്ചു. എങ്ങനെയുണ്ട്? സൂപ്പർ. എനിക്കിത് വെച്ച് കഴിഞ്ഞപ്പോ ഒരു തോന്നലറിയോ, ഒരു അര കോട്ടയ കുഞ്ഞച്ചനായല്ലേ. അവിടോട്ട് നോക്കിയേ, മാസ്റ്ററിന് ചുണ്ടൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഗംഭീര കാഴ്ചയാണ് എസ്കേൻ. മാസ്റ്ററിൽ ഒരു വിസിലില് 3 എല്ലാ തുഴക്കാരും മുകളിലേക്ക് ഉയർത്തും. ആ മട്ടില് ഗംഭീരമായിട്ടൊന്ന് പകർത്തി കാണിച്ചോളൂ. ഈ ആഷ്മി, അതിനിടയ്ക്ക് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൽ നിന്ന് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകുന്നു. നമുക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കായലിലാണെന്ന് മാത്രം മനസ്സിലായി. അപ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു കള്ളു കുടിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. നമ്മുടെ കള്ളുകൂടി ആരോഗ്യത്തിന് ഹാനികരമെന്ന് വിശ്വസിക്കുന്ന TV ചാനലാണ്. ഈ പുന്നമട ഇറങ്ങി എന്തിനാ കള്ളും ലഹരിയാ? സത്യം പറഞ്ഞ ഈ ആകാശത്തിന് കീഴിൽ അക്കാര്യം പറഞ്ഞ മറന്നുപോയി. ക്യാമറയുണ്ടോ? ഉണ്ടല്ലേ? മേഘപാളികൾക്കിടയിൽ ക്യാമറ വഴി തുറക്കും. ആ കണ്ണ് തുറക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ദൃശ്യവിന്യാസം നിങ്ങളുടെ സ്ക്രീനിലേക്ക് വരും. മൊബൈൽ ഫോണൊന്നും ഇനി നിങ്ങൾ ഓഫ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഒറ്റ പോക്കായിരിക്കും. ആ പോക്കിൽ നമ്മൾ എവിടെ ചെല്ലുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇനി ഒന്നും നോക്കാനില്ല. നമുക്ക് നമ്മൾ നോക്കിയിട്ടുമില്ല. നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പോ നിങ്ങൾ കരുതുന്നത് പോലെ കുട്ടനാട്ടുകാർ ലോകത്തിന്റെ പല ഭാഗങ്ങളും വ്യാപിച്ചു കിടക്കുന്നുണ്ട് അല്ലേ? പിന്നെ അപ്പൊ ആ കുട്ടനാട്ടുകാർ ചാടി എഴുന്നേറ്റ്. ഞാൻ രാവിലെ നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഒരു ഓസ്ട്രേലിയയിലുള്ള മലയാളിയെ കണ്ടു. അദ്ദേഹം ഇവിടെ ചങ്ങനാശ്ശേരിക്കാരനാണ്. അപ്പൊ പുള്ളി ഈ വള്ളംകളി സമയം നോക്കി അവധി എടുത്തു വന്നതാ. അപ്പൊ അങ്ങനെ എത്രയോ ആളുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കുട്ടനാട്ടുകാർ വരികയാണ് വള്ളംകളി കാണാൻ. അവരെ സംബന്ധിച്ച് തൃശ്ശൂർ പൂരം പോലെ അവർക്കൊരു ജലപൂരമാണ്. പുന്നമടയിലെ ജലപൂരം. അക്ഷരാർത്ഥത്തിൽ ഇത് മാമാങ്കം. അവരത് മിസ്സാക്കില്ല. ജവഹർലാൽ നെഹ്റു വള്ളത്തിൽ നിന്ന് ചാടി ഇറങ്ങിയെങ്കിൽ നമ്മൾ നീന്തി കയറും. നമുക്കൊരു അനാവശ്യ ചെലവ് വരാൻ സാധ്യതയുണ്ട്. ഈ ആഷ്മി മുണ്ട് മടക്കി കൊടുത്തിട്ട് ഉറക്കുന്നില്ല. ഒരാളെ കൂലിക്ക് നിർത്തേണ്ട ആവശ്യമുണ്ട്. വെള്ളത്തിലാശാൻ ഇവരെന്തോ കാണിക്കുന്നത്? വെള്ളത്തിലാശാന്മാര് 24